ഹായ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഡേ 5 ബാലി. Nusa Penida. ന്യൂസ പെന്നിഡ. ന്യൂസ പെന്നിഡയിലാണ് ഇന്നുള്ളത്. അപ്പോഴത്തേക്കും ഇന്ന് ഞങ്ങൾ പോകാൻ പോകുന്നത് ഡയമണ്ട് ബീച്ചിലാണ്. ഇന്നലെ സ്നോർക്കലിങ്ങും മറ്റേ കുത്തനെയുള്ള സ്ഥലം, അതിൻ്റെ പേരിനായിരുന്നല്ലോ കെമ്പലി, അതിൻ്റെ വായി കിട്ടില്ല. ആ സ്ഥലമൊക്കെ കഴിഞ്ഞെത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും നല്ല ടയർഡ്, നല്ല ക്ഷീണമുണ്ട്. എന്നാലും നമുക്കധികം ദിവസമില്ല, ഇന്നൊരു ദിവസം കൂടെ ഉള്ളൂ ന്യൂസ പെന്നിഡയിൽ. അതാണ് നമ്മളിന്ന് നേരെ ഡയമണ്ട് ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുക. അതും നല്ലപോലെ ട്രക്കിംഗ് ഒക്കെ വേണ്ടതാണ്. അവിടെ ചെന്നിട്ട് നോക്കും ഇറങ്ങാൻ പറ്റുമെങ്കിൽ താഴത്തേക്ക് ഇറങ്ങും അല്ലേ. അപ്പം ഇനി ഡയമണ്ട് ബീച്ചിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഡയമണ്ട് ബീച്ച് എത്തി, വണ്ടി പാർക്ക് ചെയ്തു, മിതി പോയി ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുക. ഇനി ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിതിൽ അങ്ങോട്ട് നടന്ന് പോകാം. ഇവിടെ വരുന്ന റോഡ് ഞങ്ങൾക്ക് ഏതാണ്ട് 1 മണിക്കൂർ സമയം എടുത്തു ഇവിടം വരെ എത്താനായിട്ട്. 5 ആണോ? 55,000 രൂപ ടിക്കറ്റ്. പാർക്കിങ്ങിനോ? അയ്യോ, പാർക്കിങ്ങും ടിക്കറ്റും കൂടെ കൂട്ടി 55,000 രൂപ. വെള്ളവും കിട്ടി. നമുക്ക് കയ്യിലൊരു ഇതൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഇതാണ് ടിക്കറ്റ്. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. പിന്നെ ബീച്ചിന്റെ സൈഡിൽ വന്നിട്ട് വെയിലല്ലാതെ മഴയാണ്. മഴയുണ്ടാകാൻ പാടില്ലേ? മഴ ഇപ്പം ഇല്ലല്ലോ. മഴ എൻ്റെ മോന്തിരിക്കണ നോക്കി ക്ഷീണിച്ച് മനുഷ്യൻ്റെ ഇടപാട്. എൻ്റെ ഫോണും വിട്ടോ. ഓക്കെ, ബേബിനെ വന്ന് കാണിച്ചേ. രണ്ടുപേരും ക്ഷീണിച്ച്. പിന്നെ അത് മേക്കപ്പ് ഇട്ടു. പിന്നെ മേക്കപ്പ്. അപ്പം അങ്ങനെ ഡയമണ്ട് ബീച്ച് എത്തി. നല്ല വെയിലുണ്ട്. വ്യൂ കണ്ടോ? ഒരു രക്ഷയില്ല, നല്ല വ്യൂ. ഇനി ഇവിടുന്ന് ഇറങ്ങി നടന്ന് ബീച്ച് താഴെ എന്തുണ്ട് അങ്ങോട്ട് പോകണം. വ്യൂ കൊള്ളാല്ലേ? ഞങ്ങൾ രണ്ടുപേരും പടവനടിച്ച് ഇവിടെ വീണു. എന്നിട്ട് ആ അണ്ണന്മാരെല്ലാവരും കണ്ടു നോക്കി ചിരിച്ചോണ്ടിരിക്കും. തെണ്ടികളെ ചിരിച്ചോണ്ടിരിക്കുന്നത് എല്ലാം പറ്റിയോ? ഒരാളെ പിടിക്കാൻ വന്ന അടുത്ത ആൾ വീണു. ഇവള് വീണു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് പിടിച്ചിട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞ് എണീറ്റ് നടന്നത് ഞാനും തെന്നി. അവിടെ പാടൊക്കെ കാണാൻ കിടക്കാണോ, അവിടെ ഞങ്ങൾ തെന്നിയടിച്ച് വീണതാണ്. പിന്നെ അവർ വീഴുവാവും, വീഴാണ്ടിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ഡയമണ്ട് ബീച്ച്. ഇനി നമുക്ക് ഇതാ കാണുന്ന അങ്ങോട്ട് ഇറങ്ങണം. ഈ സ്റ്റെപ്പ് വഴി അങ്ങോട്ട് ഇറങ്ങണം. നല്ല വ്യൂ. അവിടെ നിന്നൊരു വീഡിയോ എടുത്താൽ പൊളിക്കും. അപ്പം മേളിലേക്ക് എന്താ വ്യൂ പോയിന്റ് ആണോ അത്? ആരോടും ചോദിക്കണോ? ആരും ഇറങ്ങണം, എല്ലാവരും വീഡിയോ എടുക്കാനായിട്ട് പോയതാ. വാ, നമുക്ക് എന്തായാലും ഇറങ്ങാം. 2 ഇന്ത്യൻസ് വന്ന് അവിടെ ഫോട്ടോ എടുക്കണം. സൂക്ഷിച്ചിറങ്ങണം, നല്ല റിസ്ക് ഉള്ള ഏരിയ. തെന്നി കിടക്കും. ഇപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അടിച്ച് വീണില്ല. അത് ഇവിടെ തെന്നൂട്ടോ നമ്മുടെ ഷൂ. പിടിച്ച് ഇറങ്ങിയാൽ മതി. വ്യൂ ഒരു രക്ഷയില്ല. കണ്ടോ? എങ്ങനെ പറയണം നിങ്ങൾ വന്നിട്ട് സീട്ടൂട്ടി ഇതൊക്കെ അവിടെ ഇവിടെ താങ്ക് യു. ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുപ്പാണ് എല്ലാവരുടെയും പരിപാടി. എന്നിട്ട് കയറിപ്പോവും. താഴത്തേക്ക് ആരും ഇറങ്ങണില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങിയാലോ എന്ന് ആലോചിക്കും. ഇറങ്ങി കയറുമ്പോഴത്തേക്ക് ഇടപാട് തീരും, അത് വേറെ കാര്യം. എല്ലാം ക്യൂ ഒന്നും അല്ല, പൊക്കോ, ഫോട്ടോ എടുക്കുന്നത്. ഇത് താഴെ വരെ എത്തിയിട്ട് മുകളിലേക്ക് കയറുമ്പോൾ ഇടപാട് തീരും, അത് വേറെ കാര്യം. അണ്ണന്മാർ പറയാറ് നിൽക്കല്ലേ, ചലോ ചോട്ടി നിൽക്കല്ലേ. നല്ല കുത്തനുള്ള ഇറക്കാം. സമയം എടുത്ത് നോക്കും. പുതിയ ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ്, അല്ല എടുക്കണതിൻ്റെ അല്ല, കുറേ നേരം ഇങ്ങനെ ചിലവരങ്ങ് നിൽക്കും. അത് കാരണം
ബാക്കിയുള്ളവർക്ക് പോകാനും പറ്റില്ല. അയ്യോ എങ്ങാനും തന്നെയാ പേടിയാണ്. ഞാൻ ഈ സൈഡിൽ കൂടെ എല്ലാം പോയിക്കോളാം. ബേബി അവിടെയൊക്കെ സൂക്ഷിച്ചിറങ്ങണം, മണലും ഉണ്ട്, തെന്നാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പെണ്ണടവേ കാണാൻ തന്നെ പേടിയാവും. എന്താലേ കണ്ടിട്ട് പേടിയാവണ്. ഇന്ന് തിരിച്ച് ഇങ്ങനെ 2 സ്ഥലം കയറുമ്പോഴത്തേക്ക് എൻ്റെ വെയിറ്റ് പോവും. സൈഡ് പറ്റി പോക്കൂ. പിടിച്ച് പയ്യെ. അവനൊക്കെ വേർത്ത് കുളിച്ചല്ലോ. അപ്പൊ തിരിച്ചു കയറുമ്പോൾ നമ്മുടെ ഇടപാട് തീരും. ചിലപ്പോ അത് ബീച്ചിൽ പോയി പൂരി കഴിക്കും. അവര് മടുത്തു, ഇടപാട് തീർന്നു. ഇറങ്ങാൻ കുഴപ്പമില്ല, കയറുമ്പോഴേ ടയർഡാണ്. ഇന്നലെ അതുപോലെ തന്നെ, പക്ഷെ ഇന്നലത്തേക്കാളും കൂടുതൽ ഇതാണ്. ഹായ്. ഫ്രം ഹൈദരാബാദ്. കേരള. Is it easy to go down to come up? It's hard. Both are somewhat hard, but Okay. you'll enjoy. Okay, yeah. I remove shoes while you're going diving. And keep it on the rock. If you keep it on sand, waves is going through waves. Okay, My okay. footwear has gone, but I went inside and I got it and I got it. Okay. Keep it on the rocks. Your things belong. Okay. Thank you. Thank you. Then you step down. Okay. Okay, sure. Thank you. Bye. Have fun. അപ്പൊ അണ്ണൻ പറഞ്ഞത് ഇത് വെക്കണം, എനിക്ക് കൈ പിടിച്ച് എന്നാ വയ്ക്ക്. അണ്ണൻ പറയണത് ഷൂ ഊരിയിട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത്, കാരണം പാടായിരിക്കും. ഇറങ്ങാം, ഒരു വെയിറ്റ് ഉണ്ട്. പുള്ളി പറഞ്ഞത് ഇച്ചിരി പാടാ, എന്നാലും യു വിൽ എൻജോയ്. എന്നോട് പറയാണ്ട് നീ സൂക്ഷിച്ചിറങ്ങും. കയ്യില്ലാതെ പിടിച്ചിരിക്കുകയല്ലേ ഇത്, ഇവിടെ പിടിച്ച് ഞാനിപ്പറ പിടിച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ കുത്തനെയുള്ള ഇറക്കം, ഇതിലെയാണ് ഇറങ്ങി. ഇത് ഇറങ്ങണ്ടെന്ന് നോക്കി, നല്ല റിസ്ക് ഉള്ള സ്ഥലം. അത് തെന്നിയാ തീർന്നു, ഉറപ്പായിട്ടും കൈയും കാലും ഓടിയും തെന്നി കഴിഞ്ഞാൽ, അതിലൊരു ഡൗട്ടില്ല. പക്ഷെ അങ്ങോട്ട് പോകാൻ എല്ലാവരും റിസ്ക് ആണ് മോളെ. രവി പേടിയാണുണ്ടോ? പേടിയുണ്ടോ? ഇത് എത്തിയിട്ട് ഇനി നോക്കാം നമുക്ക്. ഞങ്ങൾ താഴെ എത്തിയിട്ട് വീഡിയോ എടുക്കാവേ. അങ്ങനെ ഞങ്ങൾ താഴെ ഇറങ്ങി, ഇവിടെ ഇറങ്ങി. മേളിൽ നോക്കി ആൾക്കാരിറങ്ങിയവനെ കണ്ടോ? റോക്ക് ക്ലൈംബിംഗ് ചെറിയൊരു വെർഷൻ. നല്ല ഇവിടെ മിക്ക വ്യൂസും അടിപൊളി, പക്ഷെ അങ്ങോട്ട് ഇറങ്ങേണ്ടതൊക്കെ നല്ല അത്യാവശ്യം റിസ്ക് ഉള്ള പാർട്സാണ്. ഇച്ചിരി കോൺഫിഡൻ്റ് ആയിട്ടുള്ളതൊക്കെ ഇറങ്ങാം. ഇപ്പം നമ്മൾ ആ മേളിൽ കണ്ട ഇന്ത്യൻസിൽ 2 പേര് ഹൈദരാബാദിൽ നിന്നുള്ള. അപ്പോൾ അവർ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഇച്ചിരി റിസ്ക്കാണ്, പക്ഷേ യു വിൽ എൻജോയ് ഇടുന്ന പറഞ്ഞത്. അതെ, പിന്നെ ഒരു പേടിയുണ്ട് മഴയിൽ നിന്ന് കാണുമ്പോൾ, പക്ഷെ ചെയ്യുമ്പോൾ ഒരു ഇറങ്ങി കഴിയുമ്പോൾ നമുക്കൊരു ഇത് ഫീൽ ചെയ്യും, ഓ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ലോ എന്നൊരു സന്തോഷമുണ്ട്. ഇന്നലെ അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ എത്തി. ഇവിടെ കരിക്കുണ്ടല്ലോ, ഒരു കരിക്ക് കുടിക്കണോ? ഇവിടുത്തെ കരിക്ക്, ഒരു കരിക്കിന് ഇന്ത്യൻ രൂപ 100 എങ്ങാണ്ടും വരും കേട്ടോ. 15K 20K 30K എന്നൊക്കെ പറഞ്ഞാണ്. ഇത് ക്യാഷ് കൊടുക്കേണ്ടി വരും. ഇത് ഡ്രസ്സൊക്കെ ഉണ്ട് അവിടെ, അത് വാടകയ്ക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ ഫോട്ടോ എടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് ഡയമണ്ട് ബീച്ച്. ഞങ്ങൾ ഡയമണ്ട് ബീച്ചിൻ്റെ താഴെ എത്തി. നോക്കിയേ എന്താ അല്ലേ, സ്വിമ്മിങ് പറ്റില്ല, നല്ല തിരയല്ലേ. വാർണിംഗ്, ഓൾ ആക്ടിവിറ്റീസ് ഓൺ യുവർ ഓൺ റിസ്ക്, കീപ് സേഫ്. അതായത് പിന്നെ വേറൊരു കാര്യം, ഞങ്ങളിവിടെ പോയ മിക്ക സ്ഥലത്തും ലൈഫ് ഗാർഡൊന്നും ഇല്ല. നമ്മുടെ റിസ്ക്കാണ്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഇവിടെ ഇച്ചിരി റിസ്ക്കായിട്ട് ഇറങ്ങണ സംഭവം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതും ഇറങ്ങി ഇവിടെ പിടിച്ചു. ഹെൽമെറ്റിന് പക്ഷേ ഗോപുരയ്ക്ക് ഒരു മൗണ്ട് ഉണ്ടായിരുന്നെങ്കിൽ തലയിൽ ഫിറ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ അത് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇനി ബീച്ചിലേക്ക് ഇറങ്ങുവാണ്. ഇങ്ങോട്ടൊക്കെ വെള്ളം കയറുമെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും കല്ലിൻ്റെ മുകളിൽ വെക്കണം നല്ലത്. ഓ ഇതൊന്ന് പിടിച്ച് ഞാനൊന്ന് ഇറങ്ങട്ടെ.
ബാഗ് സാധനങ്ങൾ അവിടെ വെക്കണം. ആ അവിടെ വെക്കാം. ആ ഷൂ ഒക്കെ ഊരി കൈ പിടിച്ചോളാൻ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായി. അല്ലെങ്കിൽ റോക്സിന് മുകളിൽ വെക്കണം. അല്ലേ കയറൊക്കെ പിടിച്ച് ആൾക്കാർ ഇറങ്ങി വരുന്നുണ്ട്. ഓൾ ഫോർ ദിസ് വ്യൂ. നമ്മളിവിടം വരെ വന്നിട്ട് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അത് സങ്കടമാവും. നോക്ക് മക്കളെ, ഇനി ഞങ്ങൾ ആ സാധനമുണ്ട് എന്ത് മറ്റേ അപ്പം ഇനി ഞങ്ങൾ പോയി ഒന്ന് അർമാദിച്ചിട്ട് വരട്ടെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ പരിപാടി ഞങ്ങൾ ചില്ല് ചെയ്ത് കുറച്ച് ഡാൻസോ, കുറച്ചല്ല ഒരു 1-2 ഡാൻസ് വീഡിയോസ് ഇവിടുന്ന് എടുത്തു. പക്ഷേ നല്ല സമയം എടുത്തു. ആൾക്കാർ വന്നുകൊണ്ടും പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ക്യാമറയുടെ ഇടയിൽ. അത് കാരണം എടുക്കാൻ പറ്റിയില്ല. ഒരു ഒറ്റ ഷോട്ട് 5-6 ഷോട്ട് എടുത്തു. പിന്നെ ഇനി ഞങ്ങൾക്ക് തിരിച്ചിത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങിയത്, ഇവിടെ എത്തി. ഇനി ഇതുപോലെ തിരിച്ച് കയറാം. നല്ല റിസ്ക്. അവിടം വരെ ഇനി കയറണം. അപ്പോൾ അതൊക്കെ കയറിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്കും പോകണം. ഓക്കെ. ഇനി ഈ സാധനത്തിൻ്റെ മുകളിൽ വരെ കയറണം. ഇടപാട് എന്നായാലും തീരും, ഉറപ്പാണ്. ഇന്നലെ കയറിയതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയാ. കയറി പകുതി വരെ എത്തി. മനുഷ്യൻ്റെ പൂപ്പാട് തീർന്നു പറഞ്ഞാൽ മതി. ചെറിയ വഴി കേട്ടോ. ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുത്. 2 പേർക്ക് കഷ്ടിച്ച് പോകാം. ഇത് അവിടെ നിന്ന് നമ്മൾ കയറി ഇവിടെ എത്തിയത്. ഇനിയും മുകളിലോട്ട് പോകണം. മടുത്തു ബേബി. അയ്യോ, ഇറങ്ങാനാണ് പേടി. കാരണം തെന്നാൻ ചാൻസ് ഉണ്ട്. മുകളിൽ കയറുമ്പോൾ അത്ര പേടിയില്ല, പക്ഷേ മടുക്കും, പെട്ടെന്ന് മടുക്കും. അപ്പോൾ അതെ ഇവിടുന്ന് നേരെ നോക്കുന്നത് തന്നെയാണ് ഈ അത്തുങ് ബീച്ച് എന്ന് പറഞ്ഞ ബീച്ച്. ഇതേക്കാണ് അത്തു ബീച്ച് എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മളങ്ങോട്ട് പോകണില്ല. കാരണം അടുത്തൊരു അമ്പലമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങോട്ട് പോകാതെ കാരണം അവിടെ നിറയെ കല്ലായി ബീച്ചിൻ്റെ ഇതിൽ. പവിഴപ്പൂറ്റല്ല മൊത്തം. പിന്നെ നട്ടുവച്ച വെയിലും. ഞങ്ങളിവിടെ കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു പരുവായി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം അല്ലേ? അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ. ഞങ്ങളിവിടെ കയറി ഒരു ബൊഫേ ഓർഡർ ചെയ്തു. 50,000 രൂപ. അപ്പോൾ നാട്ടിലെ 250 എന്തോ 280 എന്തോ വരും ഈ ഒരു പ്ലേറ്റിന്. ഇതാണ് ഓർഡർ ചെയ്തത്. അതിൻ്റെ കൂടെ ഒരു ഐസ് ടീം ഫ്രീ. പക്ഷെ ഒരു പ്രാവശ്യം എടുക്കാൻ പറ്റുള്ളൂ. അതെ, നല്ല വിശപ്പുണ്ട്. വ്യൂ അടിപൊളിയാട്ടോ. ഇവിടുന്ന് കഴിക്കുമ്പോൾ നോക്കി കണ്ടാ വ്യൂ കണ്ടാ എന്താ അല്ലേ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങളൊരു എന്ത് ജ്യൂസ്, ഇവിടുത്തെ കോക്കനട്ട് ജ്യൂസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ടൊയോട്ട ഫുൾ ആർക്കിടെക്ചറൊക്കെ കണ്ടോ? നല്ല നല്ല ഒരു ഭംഗിയുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കെലിംഗൻ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പാർക്ക് ചെയ്തു. 5000 ഇവിടുത്തെ 5000 രൂപയാണ് പാർക്കിംഗ് കൊടുത്തത്. ഞങ്ങൾ തണലുള്ള സ്ഥലത്ത് നമുക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. നോക്കി, തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് അങ്ങോട്ടൊക്കെ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഇന്ത്യൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ അവിടെയാണേലും ഡയമണ്ട് ബീച്ചിൽ പോയപ്പോഴും അത്യാവശ്യം ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കുറവായിരുന്നു. പക്ഷേ ഇവിടെ നല്ല കൂടുതലുണ്ട്. അല്ല, ആൾക്കാരും കൂടുതലാണ്, ഇന്ത്യൻസും കൂടുതലാണ്. അതുമല്ല, നമ്മൾ ഈ ന്യൂസ ലെംബോങ്ങിനിലൊക്കെ പോയപ്പോഴത്തേക്കും ഇത്ര ആൾക്കാരില്ലായിരുന്നു. ഇന്ത്യൻസ് മൊത്തം ഫോറിനേഴ്സാണ്. ഇവിടെ നമ്മൾ ഇന്ത്യ തന്നെ ഉള്ളൊരു ഫീലല്ലേ. നിറയെ ഇന്ത്യൻസാണ്. നല്ല ചുട്ടുപൊള്ളണ വെയിലുണ്ട് ഇന്ന്. വന്നപ്പോൾ ഉള്ള ബാലിയുടെ മുഖമൊക്കെ അങ്ങ് മാറി. ചിലപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ആയിരിക്കട്ടെ. ഇത് പിന്നെ ഒരു ഐലൻഡ് ആയതുകൊണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ചൂടുണ്ട്. അതുപോലെ നല്ല തിരക്കുവാണ്. ഇത്രയും തിരക്ക് നമ്മൾ വേറെ എവിടെയും കണ്ടില്ലല്ലോ. ഇത്രയും ബാലിയിൽ വന്നിട്ട് ഇത്രയും തിരക്കുള്ളത് ഇപ്പോൾ കെലിംഗൻ ബീച്ചിലാണ് ഇത്രയും തിരക്കുള്ളത് കണ്ടത്. വെയിലെന്നൊക്കെ പറഞ്ഞാൽ ചുട്ടുപൊള്ളണ വെയില. എല്ലാവരും അവിടെ നിന്ന് കരിക്കൊക്കെ കുടിച്ചോണ്ടിരിക്കുക. നമുക്കൊരു കരി കുടിച്ചാലോ? 50,000 രൂപ ഇനി അതിന് കൊടുക്ക്. അന്ന് എനിക്കൊരു തൊപ്പി വാങ്ങിച്ചു തരാൻ വേണം. തൊപ്പി വാങ്ങിച്ചോളാം, ഞാൻ പറഞ്ഞല്ലായിരുന്നു. എന്തി ഇവിടെ എനിക്ക് സാധാരണ ലൈക്ക് നോർമലി സെൻസിറ്റീവ് സ്കിന്നാണ് എൻ്റെ. അപ്പോൾ എവിടെ ചുമ്മാ ഒരു 5-10 മിനിറ്റ് വേദത്തിൽ നിന്നാലും എൻ്റെ എളുപ്പം സൺബേൺ ആവും.
സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടും എനിക്ക് നല്ലപോലെ പൊള്ളുന്നുണ്ട്. ഇവിടെ ആൾക്കാരൊക്കെ ജസ്റ്റ് നോർമലായിട്ടാണ് ഈ വെയിലത്തൂടെ നടക്കുന്നത്. എനിക്ക് പറ്റത്തില്ല കേട്ടോ. ഇവനും വലിയ കുഴപ്പമില്ല, ചുട്ട് പൊള്ളുന്നുണ്ട്. പക്ഷേ വെയിലില്ലെന്നല്ല, വെയിൽ നല്ല രീതിയിലുണ്ട്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ കരിക്ക, ചക്കയുടെയൊക്കെ സൈസുള്ള കരിക്ക. ഇവിടുന്ന് വാങ്ങാം കേട്ടോ, 25 കുഴപ്പമില്ല. അത് കണ്ടിട്ട് വന്നിട്ട് കുടിക്കാം അല്ലേ. അത് ഒരു കരിക്കുണ്ടെങ്കിൽ ഒരു 3 പേർക്ക് മിനിമം കുടിക്കാം. ഞങ്ങൾ 2 പേരും വയറ് നിറച്ചിട്ടും ഒന്നും ആയില്ല, വീണ്ടും കുടിക്കാം. അങ്ങനെ അതെ എത്തി. ഇനി കെലിങ്കൻ എന്തി എവിടുന്ന് അത് കാണണേ? ഇങ്ങ് വാ. അവിടെ ദൂരം നോക്കി ഒരാൾ നടക്കണുണ്ടോ? ഇങ്ങനെയുള്ള സമയത്താണ് S23 വില നമ്മൾ അറിയണത്. താഴെ എടുത്ത് നിൽക്കണുണ്ട്, കാണാൻ പറ്റുന്നുണ്ടോന്ന് നോക്കി. അവൻ്റെ അകത്തേക്ക് കയറുക. അവനകത്തേക്ക് കയറി. എങ്കിലും ഞാൻ അങ്ങോട്ട് സൂം ചെയ്ത് കാണിച്ചു തരാവേ, നോക്കൂ. കൊടി വെച്ചേക്കണുണ്ടോ? ഇതൊരു മതി ചന്ദ്രനിൽ നിൽക്കണം. ചന്ദ്രനിൽ കൊണ്ട് കൊടി വെച്ചാൽ മതി അല്ലേ? കണ്ടാ എന്താല്ലേ S23 കാര്യം. പട്ടി ഷോ. ഞങ്ങളിത് സൈഡിൽ നിന്ന് വന്നപ്പോഴാണ് കണ്ടത്. അവിടെയൊക്കെ ആൾക്കാരുണ്ട്. ഒരു പൊട്ട് മാതിരി കണ്ടോ? അതൊക്കെ ആൾക്കാരാ. നല്ല ബീച്ചാ. ഇറങ്ങണോ വേണ്ടോന്ന് ഇപ്പോൾ ഡൗട്ടാ. പക്ഷെ നല്ല അടിച്ചെന്ന് നിന്ന ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള പ്ലാൻ ക്യാൻസൽ ചെയ്തു. കുറച്ചൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ തന്നെ മടുത്തു. പിന്നെ നല്ല ചുട്ട വെയിൽ. നോന്തിരിക്കണ്ട കരിവാളിച്ച്. അപ്പോൾ പോയൊരു കരിക്കും കുടിച്ചിട്ട് ഇനി ഞങ്ങൾ കണ്ടു. താഴെ ഇറങ്ങിയായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. പക്ഷെ ഇറങ്ങണവൻ്റെ അവസ്ഥ അല്ല. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, 1 വെയിലുണ്ട്, 2 നല്ല തിരക്കുണ്ട്, 3 ആണെങ്കിൽ അത്രേ ഉള്ളൂ. 3 ആണെങ്കിൽ താഴെ കയറി കഴിഞ്ഞാൽ പിന്നെ മേളിലേക്ക് ഇറങ്ങി വൈകുന്നേരം ആവും. അപ്പോൾ വേറെ എങ്ങും പോകാനും പറ്റില്ല. അത് കാരണം പിന്നെ വേണ്ടെന്ന് വിചാരിച്ചേ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഞങ്ങൾ ഇത്ര ബാലിയിൽ വന്നിട്ട് 5 ദിവസം ഇറങ്ങിയതിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലം കെലിങ്കലിലാണ്. 5 ദിവസം വന്നതിൽ. ഇനി അങ്ങോട്ട് ഏതാണെന്ന് അറിയില്ല. ഞങ്ങളൊരു കരിക്കൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത സ്ഥലം നോക്കട്ടെ. ഇവിടുന്ന് അടുത്ത് ഏതാണോ ആ സ്ഥലത്തേക്കായിരിക്കും പോണത്. അത് ചെന്നിട്ട് നോക്കാം ഏതാണ് അടുത്തെന്ന് നോക്കിയിട്ട് അതിലേക്ക് തന്നെ പോവാം. ഞങ്ങളിപ്പോൾ പോകുന്നത് ഏഞ്ചൽസ് ബിലബോങ്, പിന്നെ അത് കഴിഞ്ഞ് ബ്രോക്കൺ ബീച്ച്. ഇത് രണ്ടും അടുത്തടുത്താണെന്നാണ് മാപ്പിൽ പറഞ്ഞിരിക്കുന്നത്. അതെ, ഇവിടുത്തെ റോഡ് ഇച്ചിരി എന്നാൽ ഞാൻ ബീച്ച് വരെയുള്ള കുഴപ്പമില്ല. ബീച്ചിൻ്റെ എൻട്രൻസിനകത്തോട്ടുള്ളത് സാധാ പൊട്ട റോഡാണ്. 1 കിലോമീറ്റർ ഇങ്ങനെയാ റോഡ്. 1 കിലോമീറ്ററാ? 1.5 കിലോമീറ്റർ. 1.5 അങ്ങനെ ഇതിപ്പോൾ കിട്ടി. ഞങ്ങൾ ഇന്നലെ എവിടെ നേരത്തെ കിട്ടി? ലംബോങ്കനിലല്ല. ലംബോങ്കനിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ്. ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്ത് വെച്ചതാണ്. ഇത് ക്രിസ്റ്റൽ വേയിൽ നിന്നും കിട്ടിയത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നാട്ടിൽ കൊണ്ടുപോയി ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെയൊക്കെ വന്നെന്നുള്ളൊരു ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ കയ്യിൽ വെച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ ഏഞ്ചൽ ബിലബോങ്ങിൽ പാർക്ക് ചെയ്തു വണ്ടി. ഇനി ഇവിടുന്ന് അങ്ങ് നടന്നു പോകണം. ഇവിടെ ഒരു അമ്പലമുണ്ട്. വേണമെങ്കിൽ അതൊന്നും കാണിക്കാൻ പറ്റുമോയെന്നും അറിയില്ല. പറ്റുമെങ്കിൽ അതൊന്ന് കാണിക്കാം. ഏഞ്ചൽ ബിലബോങ്ങും ബ്രോക്കൺ ബീച്ച് എന്ന് പറഞ്ഞാൽ കൊടുത്തേക്കണമെന്നില്ല. ഇതെല്ലാം പോകേണ്ടി വരുമായിരിക്കും. സമുദ്രം അങ്ങ് നീണ്ട് കിടക്കണം. ഇവിടെ മരങ്ങളൊക്കെ ഉള്ള കാരണം അത്രയ്ക്ക് പ്രശ്നമില്ല. കെലിങ്കനിലാണ് ഈ ചൂടങ്ങ് സഹിക്കാൻ പറ്റില്ല. ഇവിടെ പിന്നെ അത്രയ്ക്കില്ല കേട്ടോ. തണലുണ്ട്, മരങ്ങളൊക്കെ ഉള്ള കാരണം. നോക്ക്. ഇതാണ് ഏഞ്ചൽ. കണ്ടോ, കയറൊക്കെ കെട്ടിട്ടിട്ടുണ്ട്. ഇതുവഴി നമ്മൾ വന്നായിരുന്നു. ഞാൻ ചോദിച്ചാണ്ട് അവിടെ മാത്രം എന്താ, അവിടെ വേറെ കളർ. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ സ്നോർക്കലിങ്ങിന് വന്നപ്പോൾ ഇതിലേക്ക് ആയിരുന്നു നമ്മൾ പോയത്. ക്രോസ് ചെയ്ത് പോയത് അതിലേക്കായിരുന്നു. അതെ. ആ ഗുഹ നമ്മൾ കണ്ടത്. ഓർക്കുന്നുണ്ടോ? നേരെ നോക്ക്. ആ ഗുഹ നമ്മൾ കണ്ട. ഗുഹ കണ്ടത്. അപ്പൊ ഇതിൽ തന്നെ നമ്മൾ പോയത്. പുള്ളിക്കാരൻ പറയുകയും ചെയ്തായിരുന്നു.
ഇവിടെ നിന്ന് ഫോട്ടോ ഇവിടെ ഇങ്ങനെ ഇതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ നീറ്റ് ഇത് വച്ചേക്കണം അങ്ങോട്ട് ഇറങ്ങലെന്ന് പറയാൻ വേണ്ടിയായിരിക്കും. ആൾക്കാർ അവിടെ ചെന്ന് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഇത് പണ്ട് ഓപ്പൺ ആയിരുന്നു. ഇത് ഇപ്പോൾ വെള്ളം കുറവാണ്. നമ്മളെ വീഡിയോ കണ്ടില്ലായിരുന്നോ? ഇതിപ്പോൾ വെള്ളം കുറവാണ്. വെള്ളം ഉള്ളപ്പോൾ അടിച്ചു കയറും. പക്ഷെ ഇവിടെ ഇപ്പോൾ വേവ്സ് കുറവാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ പ്രശ്നമില്ലാത്ത. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടോ അവിടെ ആക്ടിവിറ്റീസ് ആർക്ക്? അതെ, ബാലിയിൽ ഇപ്പോൾ ഏത് സ്ഥലത്ത് വന്നാലും പ്രധാന ഒരു പ്രശ്നം ലൈഫ് ഗാർഡൊന്നും ഞങ്ങളെവിടെ കണ്ടില്ല. ഉടുവാട്ടൂര് മാത്രമല്ല, ഉൾവാട്ടൂരിൽ എന്തോ കണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് ഒരു സ്ഥലത്തും ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും താഴെ വീണ് എന്തെങ്കിലും പറ്റിയാൽ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. ഇതാണ് സംഭവം. ഇതാണ് ഏഞ്ചൽസ് ബിലബം. ഇതിപ്പോൾ വെള്ളം കുറവാ അല്ലേ? ഇതിപ്പോൾ വെള്ളം കുറവാണ്. വെള്ളം ഉള്ളപ്പോൾ ഇത് അടിച്ച് വിത്തൗട്ട് എനി വേവ്. അതെ. ഇതിനകത്ത് വേവ് ഇല്ല. ഇപ്പൊ കാണുന്ന ക്ലിയർ വാട്ടർ കണ്ടോ അതിൻ്റെ അകത്ത്. പക്ഷേ ഏതെങ്കിലും ഒരു ഹൈ ടൈഡ് വന്ന് വെള്ളം അടിച്ചു കയറുമ്പോ അങ്ങനെ അങ്ങ് വരും. അങ്ങനെയൊക്കെയാണ് ഡെത്ത് നടന്നിട്ടുള്ളത്. അങ്ങനെയാണോ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ കണ്ടോന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നും കേട്ടോ. അതിൽ സ്റ്റെപ്പൊക്കെ ഉണ്ട് ഇറങ്ങി വരാനായിട്ട്. പക്ഷെ ആരും കുളിക്കണില്ല. ഇറങ്ങാം. എവിടെ നിന്ന് കുളിക്കണം? എന്തോരം വീഡിയോ നമ്മളാണ്. ഇറങ്ങാം. പക്ഷെ വേണ്ട, ബേബിക്ക് നീന്തലറിയില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഇറങ്ങണേ. കണ്ടോ വെള്ളം അടിച്ചിപ്പോൾ കയറണം. ഇത് അധികം ഇല്ല. ഇത് കുറവ് വെള്ളം അടിച്ച് കയറണത്. ഇത് നല്ല ഫോഴ്സിൽ അടിച്ച് കയറുമ്പോഴാണ് ഇത് ഇവിടം വരെയൊക്കെ ഇവിടെയൊക്കെ വെള്ളം അടിച്ച് കയറും. ഇപ്പോൾ പറഞ്ഞ വേവ്സ് കുറവായതുകൊണ്ടാ. ഇല്ല, ഇത് ആ ഹൈറ്റിലൊക്കെ പോകും. ഇത് ഫുള്ള് വെള്ളം വരും. നല്ല വേവ് വരുവാണെങ്കിൽ. അപ്പോൾ ആ സമയത്ത് നീന്താൻ ഇറങ്ങുന്നവരാണ് പെട്ടുപോണത്. ഒന്നാമത് കല്ലല്ലേ ചുറ്റും. എന്നാൽ നല്ല വേവ് വന്നാൽ പോയി ഒരു ഇടിയായിരിക്കും. ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഏഞ്ചൽസ് ബിലബമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി ബ്രോക്കൺ ബീച്ചിലേക്ക് പോവാം. അത് അതിലെന്നാണ് തോന്നണേ. അയ്യോ, ഇവിടെ നമ്മൾ കെലിങ്ങിൻ്റെ അത്രയും ചൂടൊന്നുമില്ല. അത് കാരണം അത്രയ്ക്ക് ടയേർഡൊന്നും ആവില്ല. തണലുണ്ട്. കുറവാണെന്ന് തോന്നണം. അവിടെ ചെല്ലുമ്പോൾ അറിയാം ഇതിൻ്റെ അകത്ത്. അപ്പോൾ എന്തെങ്കിലും വാങ്ങുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാമെന്ന് ബാക്കിൽ. പക്ഷേ ഫോട്ടോയൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും എടുത്തിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? ഇൻസ്റ്റയിലൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അത് ഞങ്ങൾ കുറേ ക്ലൂക്ക് എന്നൊക്കെ പറഞ്ഞ ആപ്പുണ്ട്. ഈ പാക്കേജ് ആയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റണേ. അതിൻ്റെ അകത്ത് അവർ ബാലി ഇൻസ്റ്റഗ്രാം ഫോട്ടോ ടൂറിനായിട്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട്. അതായത് എവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുമോ അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവിടെല്ലാം കൊണ്ടുവന്ന് ഓരോ ഫോട്ടോ എടുക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഒരുമാതിരിപ്പെട്ട സ്ഥലത്ത് ഇപ്പോൾ കെലിങ്ങിനൊക്കെ പോകണമെങ്കിൽ അവിടെ ക്യൂ ആണ് നിൽക്കണം ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ. ഗൈഡൊക്കെ മേളീന്ന്. ഇതെന്താണ്? ഇതിലാണോ ബ്രോക്കൺ ബീച്ചിൽ? ഇന്തോനേഷ്യൻ കോഴികളാണ്, ബാലി കോഴി. ഇനി അങ്ങോട്ട് പോകണമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എവിടെയത്? ഓ ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ അതിലെ പോയപ്പോൾ പുറത്തുനിന്ന് കണ്ടായിരുന്നു. പക്ഷെ ഇവിടുന്ന് കാണുമ്പോൾ വേറെ ഒരു ഇവിടെ ഒന്നും കുളിക്കാൻ പറ്റില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ. താഴെ മൊത്തം പവിഴപ്പുറ്റുകളാണ്. മൊത്തം ധാരി പറഞ്ഞ ബേബി സൂക്ഷിച്ചിരിക്കും. മൊത്തം പവിഴപ്പറ്റുകൾ. പവിഴപ്പുറ്റുകൾ. നല്ല രസമുണ്ട്. നല്ല കാറ്റ്. എൻ്റെ മോനെ, എന്താ വ്യൂ. അതാണ് ചെറിയൊരു ബീച്ചല്ലേ. എന്നിട്ട് അതിൽ നിന്ന് വേർതിരിഞ്ഞ് അതുകൊണ്ടായിരിക്കും ഈ ബ്രോക്കൺ ബീച്ച് എന്ന് പേര്. ഇവിടെ വരാൻ തോന്നിയ നല്ലൊരു തീരുമാനമായി പോയി. നല്ല വ്യൂ അല്ലേ? നല്ല രസമുണ്ട്. പോലി നമുക്കിത് ഇതിലെ നടന്ന് അതിലെ പോയി ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇവിടെ എത്താം. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് ഇപ്പോൾ ഇത്രേ ഉള്ളൂ. ഡേ 5 ഇവിടെ കഴിഞ്ഞു. ഒരു സ്ഥലം കൂടെ ഉണ്ടായിരുന്നു, പോകണമെന്നുണ്ടായിരുന്നു. അതിൻ്റെ പേരെന്താ? ഒരു വാട്ടർഫാൾ. ഓക്കെ, പക്ഷേ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ എളുപ്പം. പക്ഷേ രാത്രി ആയിക്കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇടാം. അല്ലെങ്കിൽ ഇടുന്നുണ്ടായിരിക്കില്ല. കാരണം ഭയങ്കര റിസ്ക്കിയാണെന്നാണ് പറഞ്ഞത് രാത്രി കയറാനായിട്ട്. തെന്നും വീഴുവാൻ ഒക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ശരി,
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.